ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 4 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിലാണ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അന്ന് കൊറോണ വ്യാപനത്തിൻ്റെ അസ്വസ്ഥതകളുടെ നടുവിൽ വളരെ പരിമിതിയോടും നിയന്ത്രണങ്ങളോടും കൂടി വന്ന് വചനം വിചിന്തനം ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ കൂടെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ നിൽപ്പാൻ സഭ നൽകിയ ഈ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള ചില ആത്മീക പാഠങ്ങളാണ് കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ വരുന്ന ആഴ്ചകളിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓരോ വാക്യങ്ങളും എടുത്ത് വിശകലനം ചെയ്ത് അതിലുള്ള ഓരോ പദത്തെക്കുറിച്ചിട്ടുള്ള വിശദമായ പഠനത്തേക്കാൾ ഉപരിയായി എൻ്റെ വ്യക്തിപരമായ വചന ധ്യാനത്തിൽ എനിക്ക് ലഭിച്ച ചില സന്ദേശങ്ങൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് നിങ്ങളുമായിട്ട് പങ്കിടണമെന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പത്രോസ് എഴുതിയ ഈ 1-ാമത്തെ ലേഖനം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 നമ്മുടെ മഹത്വത്തിൽ വിശ്രമിക്കുന്ന KPS അപ്പച്ചൻ ഈ ലേഖനം പഠിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അന്ന് സ്ഥിരമായി ബൈബിൾ ക്ലാസ്സിന് വരാറുള്ള പലരും ഇന്നില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ അന്നൊരു ബാലനാണ്, കൗമാരപ്രായത്തിലായിരിക്കും വ്യക്തിയായിരുന്നു. പലരും ഇന്ന് കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ടു, പലരും ക്ഷീണിതരായി ഭവനങ്ങളിൽ വിശ്രമിക്കുന്നു. എന്നാൽ ചുരുക്കം പേർക്ക് അന്നും ഇന്നും കടന്നു വരുവാനായിട്ട് അവസരങ്ങൾ കണ്ടതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് ഇതിലെ പ്രഷ്യസ് തിങ്സ് എന്ന് പറഞ്ഞ് തനിക്കന്ന് ഇവിടെ ഇരുന്ന് ക്ലാസ് എടുത്തതാണ് ഞാൻ ഓർക്കുന്നത്. ഇതിലുള്ള പ്രഷ്യസ് തിങ്സ് എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്ത ക്ലാസ്സുകൾ ഞാൻ ഓർക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. വർഷങ്ങൾ കടന്നുപോയി ഈ ലേഖനം വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നപ്പോൾ എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ സഭയിൽ തന്നെ ഞാൻ വളരെയധികം അടുപ്പമുള്ള ഒരു സഹോദരൻ, അദ്ദേഹം കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ ഏറെക്കുറെ സമാനമാണ്. അപ്പോൾ അദ്ദേഹത്തോട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്ഥിരമായി വായിക്കുകയും ധ്യാനിക്കുകയും തൻ്റെ ജോലി ഒരു പുലർച്ചെ 5:30 5 മണിക്കൊക്കെ തുടങ്ങുമ്പോൾ അതിനു മുൻപ് താൻ വായിക്കുന്ന ലേഖനം ഇതാണെന്നും ഇതിലൂടെയുള്ള ഓരോരോ സത്യങ്ങളാണ് അദ്ദേഹം കടന്നു പോകുന്ന ആ സാഹചര്യം നമ്മൾ പലർക്കും പറഞ്ഞാൽ മനസ്സിലാകാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ട് എനിക്ക് അദ്ദേഹം പറയുന്നത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഈ ചിന്തകളൊക്കെ വളരെ അദ്ദേഹം പറയും, ജോയ്സ് ഈ ആഴ്ച വളരെ കഠിനമാണ്, അടുത്ത ആഴ്ച കാണുമ്പോൾ പറയും ദൈവം വളരെ കൃപ ചെയ്തു. അപ്പോൾ ഈ പത്രോസിലത്തെ ചിന്തകൾ അദ്ദേഹം എന്നോട് പങ്കുവയ്ക്കാറുണ്ട്. വർഷങ്ങളോളം അദ്ദേഹം ഈ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനമാണ് പ്രഭാത ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലാണ് സ്ഥായിയായിട്ട് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറയാനിടയായിട്ട് തീർന്നത്. അദ്ദേഹം കടന്നുപോയ അതേ സമാനമായ അനുഭവം ഈ അനുവാചകരും, ഈ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ അനുവാചകരും കടന്നുപോയിട്ടുണ്ട്. പക്ഷേ പത്രോസിൻ്റെ ഈ 1-ാം ലേഖനം എഴുതിയ അനുവാചകരുടെ അനുഭവത്തിൻ്റെ അത്രയൊന്നും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നമുക്കില്ല എങ്കിൽ തന്നെയും ഏകദേശം അതിന് സമാനമായ രീതിയിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ കഷ്ടതകളുടെയും പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരിടുമ്പോൾ എന്നെ ധൈര്യപ്പെടുത്തിയ ശക്തിപ്പെടുത്തിയ ഒരു ലേഖനമായതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുക്കാനിടയായിട്ട് തീർന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ പഠനം എന്നുള്ളത് ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുശേഷം കുറച്ച് മുഖവുരയും അതിലൂടെ നമുക്ക് കിട്ടുന്ന ചില ആത്മീക പ്രബോധനങ്ങളും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഈ പഠനം എന്നുള്ളത് ഞാൻ എൻ്റെ ചെറിയ ഈ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പുസ്തകത്തിൽ നിന്ന്, ഈ ലേഖനത്തിൽ നിന്ന് ഉള്ള 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും പഠനത്തിന് വിധേയമായതും. ഒന്നാമതായിട്ട് പത്രോസ് എഴുതിയ ഈ 1-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം.
പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ദൈവം നിങ്ങളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഈ വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെക്കുറിച്ച് ഇവിടെ വചന ശുശ്രൂഷയ്ക്ക് അവസരം ലഭിച്ചപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളതാണ്. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന, ശക്തി നൽകുന്ന ദൈവം. അപ്പോൾ കൃപ നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ്, ശക്തി നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് ഈ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ പാപത്തെ ജയിച്ച് ജീവിക്കാൻ സാധിക്കുന്നത്. ഈ ഭാഗം വായിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. എന്നാൽ ചില പാപങ്ങളൊക്കെ ജയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് പ്രശ്നം? സഭായോഗങ്ങൾ പരമാവധി ഞാൻ മുടങ്ങാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പരമാവധി ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഓരോ ദിവസവും നാം മനഃപൂർവ്വമല്ല, പക്ഷേ വീണുപോകുന്ന ഒരവസ്ഥ. വലിയ പാപങ്ങളായിരിക്കില്ല, എന്നാൽ ചെറിയ തെറ്റുകളിലേക്ക് നിരന്തരമായിട്ട് വീഴുന്നൊരവസ്ഥ. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ തന്നെയാണോ ഈ ക്രിസ്തീയ ജീവിതം എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്ന നാളുകളുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഭാഗങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞതും ഇതിനെക്കുറിച്ച് മറ്റ് കർത്തൃദാസന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ പ്രഭാഷണങ്ങളിലൂടെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചപ്പോൾ നമുക്കും പൂർണ്ണമായി പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും ദൈവാത്മാവിൻ്റെ സഹായത്താൽ നമ്മുടെ ഉള്ളിലെ വാഞ്ച കാണുന്ന ദൈവം അനുദിനം അവൻ്റെ ശക്തി തന്ന് നാം വീണുകൊണ്ടിരിക്കുന്ന പാപത്തിന്മേൽ ജയം നൽകും എന്നുള്ളത് അനുഭവത്തിൽ ബോധ്യപ്പെടാനിടയായിട്ട് തീർന്നു. അങ്ങനെയാണ് ഈ ലേഖനത്തിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിക്കാനിടയായിട്ട് തീർന്നത്. ഇവിടെ പറയുന്നത് താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നത്, നിഗളമുണ്ടെങ്കിൽ കൃപ നമുക്ക് ലഭിക്കുകയില്ല. ഇതിന് സമാനമായ ഒരു വാക്യമാണ് റോമർ 6:14 നമുക്കത് വായിക്കാം. റോമർ 6:14. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക എന്നല്ലോ. അതെ, POC തർജ്ജമയിൽ ഇങ്ങനെയാണ്: പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. തീരെ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും എന്നല്ല, അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അപ്പോൾ കൃപയ്ക്ക് കീഴിലാണെങ്കിൽ, അല്ലെങ്കിൽ കൃപയും നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ പാപം ഭരണം നടത്താത്ത, പാപം കർത്തൃത്വം നടത്താത്ത ജീവിതം നയിക്കാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിക്കുന്നില്ല. കൃപ അവൈലബിൾ ആണെങ്കിലും അത് എൻ്റെ അനുഭവവേദ്യമാകുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? ദൈവം കൃപ കൊടുക്കുന്നത് താഴ്മയുള്ളവർക്കാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രമാണമാണ്, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. അപ്പോൾ കൃപ ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിൽ നിഗളമുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എന്നോട് തന്നെ, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ, ദൈവമേ, കൃപ എനിക്ക് ലഭിക്കാത്തത് കൊണ്ട് ഞാൻ പാപത്തിൽ വീഴുന്നു. ഞാൻ പാപത്തിൽ വീഴാത്ത കാരണം ദൈവത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്നിൽ നിഗളമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഈ കൃപയുടെ കീഴിലാണെങ്കിൽ, ഈ കൃപ അതെനിക്ക് അനുഭവവേദ്യമാക്കുന്ന രീതിയിലാണ് എൻ്റെ ജീവിതമെങ്കിൽ, താഴ്മയുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന്. ഈ സത്യം ഈ വേദഭാഗത്തിലൂടെ, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഈ ലേഖനം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഇതുപോലെ ആഗ്രഹമുണ്ട്, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ട്, പക്ഷേ പലപ്പോഴും നിങ്ങൾക്കത് സാധിക്കുന്നില്ല എങ്കിൽ അതിന് നിങ്ങൾ തന്നെ നിങ്ങളെ പരിശോധിച്ച് നോക്കുക. ദൈവത്തിൻ്റെ കൃപ ഇല്ലാത്തതാണ് പരാജയത്തിന് കാരണം. ദൈവം കൃപ കൊടുക്കുന്നത് താഴ്മയുള്ളവർക്കാണ്. അപ്പോൾ കൃപ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നാം നിഗളം നമ്മിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിലയിരുത്തുവാനും, നാം കൃപയിൻ കീഴിലാണെങ്കിൽ
പാപം നമ്മുടെ മേൽ ഭരണം നടത്തുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആ പ്രമാണം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് ഈ പഠനം എന്ന് ചോദിച്ചാൽ മറ്റൊരു കാരണം, ഈ 2-ാം അധ്യായത്തിൻ്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ നമുക്ക് 23 വാക്യങ്ങൾ വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങൾ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാഴ്ചയോടെ പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു വാക്യമാണിത്. ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിച്ച കർത്താവിൻ്റെ മാതൃക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമ്മുടെ തൊഴിലിടങ്ങളിൽ വരുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിൽ വരുമ്പോൾ, നമ്മുടെ സഭയിൽ വരുമ്പോൾ, നമ്മുടെ ജീവിതയാത്രയിൽ നേരിടുമ്പോൾ നമുക്കൊക്കെ ജഡത്തിൽ പ്രതികരിക്കാനുള്ള ടെൻഡൻസി ഉള്ളവരാണ്. ആദാമിൻ്റെ സന്തതികളായ നമ്മളെല്ലാവരിലും ആ ഒരു പ്രവണത വളരെയധികമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് സ്വാഭാവികവുമാണ്. എന്നാൽ സ്വാഭാവികമായ ആ പ്രകൃതത്തിന് വിരുദ്ധരായി ജീവിക്കേണ്ടവരാണ് ദൈവമക്കൾ. അതിന് നല്ലൊരു മാതൃക നമ്മുടെ കർത്താവ് താൻ തന്നെയാണ്. തൻ്റെ മാതൃക നാം എങ്ങനെയാണ് വായിച്ചത്? ന്യായമായി വിധിക്കുന്ന ഒരുവനുണ്ട്. ആ ഒരുവനെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ദൈവത്തെക്കുറിച്ചിട്ടുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ ശരിയായ രീതിയിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ കാര്യം പരമേൽപ്പിക്കുന്ന ശീലം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ ഇതാണ് വാസ്തവത്തിൽ ഈ ലേഖനത്തിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട്. ഇങ്ങനെയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 11:40 നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എബ്രായർ 11:40 നമുക്കൊന്ന് വായിക്കാം. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. എബ്രായ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ വളരെ ശക്തരായ കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി ശക്തിയായി പ്രയോജനപ്പെട്ടവരുടെ ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം ഒരു കൺക്ലൂഷനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി അവരെക്കാൾ നല്ലതൊന്നും മുൻകരുതിയിരുന്നു. എന്താ നല്ലതൊന്നും മുൻകരുതിയിരുന്നത്? 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തുടർച്ചയായിട്ട് നാം കാണുന്നുണ്ട് 1ഉം 2ഉം വാക്യങ്ങളിൽ, യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ഈ വിശ്വാസവീരന്മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് പത്രോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയി. നമ്മുടെ മുൻപിൽ നല്ലൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. മറ്റുള്ള പഴയ നിയമ ഭക്തന്മാർക്ക് ലഭിക്കാത്ത ഏറ്റവും ബെസ്റ്റ് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അത് തൻ്റെ പുത്രൻ്റെ മാതൃകയാണ്. ആ മാതൃക പിന്തുടർന്ന് നാം ജീവിക്കണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ഈ 2 കാര്യങ്ങളാണ് ഈ ലേഖനം എന്തുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഉള്ളത്. നമുക്ക് ഈ ലേഖനത്തിൻ്റെ മുഖവുരയിലേക്ക് വരാം. ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നത് പോലെയുള്ള ഇതൊന്നുമല്ല. അതുപോലെ തന്നെ ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മൾ പാടാറുള്ളത് പോലെ ആഴമായി നിനപ്പവർക്ക് ഇത് അത്യഗാധമേ, ഏഴകൾക്കുമേകിടുന്നു ദിവ്യബോധമേ എന്നുള്ളതാണ്. ആഴമായി ചിന്തിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിവുള്ളവർക്ക്, അങ്ങനെ കപ്പാസിറ്റി ഉള്ളവർക്ക് ഇത് അത്യഗാധമാണ്. എന്നാൽ ഏഴകൾക്കും ഏകിടുന്നു ദിവ്യബോധം. അങ്ങനെയുള്ള ഒരു ദിവ്യബോധങ്ങളാണ് ഈ ക്ലാസ്സുകളിലൂടെ ഞാൻ പങ്കിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് വളരെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയുള്ള ആഴത്തിലുള്ള നിങ്ങളുടെ ചിന്തകളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ 2 കാരണം പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഈ പഠനം എന്നുള്ളത്, അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓക്കെ, എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് 1-ാം വാക്യത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എഴുത്തുകാരൻ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിദുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും
പിതാവായ ദൈവത്തിൻ്റെ മുൻനിറങ്ങളൊത്തവണ്ണം ആത്മാവിൻ്റെ ശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. വേറെ സംശയത്തിനൊന്നും ഇടയില്ലാതെ വണ്ണം വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് ഒരു 4 കുറിപ്പുകൾ എൻ്റെ ശ്രദ്ധയിലേക്ക് ഈ ലേഖനത്തിൽ നിന്നും അതിൻ്റെ അതുപോലെ തന്നെ മറ്റു ഭാഗത്തു നിന്ന് വന്നതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിവുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഒരു ക്രമീകൃതമായി മുന്നോട്ട് പോകേണ്ടതിനായിട്ട് ഞാനത് പറയുകയാണ്. ഒന്നാമതായിട്ട് പത്രോസിനെ കുറിച്ച് പറയുന്നത് ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെട്ട പത്രോസ്. ഈ ലേഖനം പല തവണ ഞാൻ വായിക്കാനിടയായിട്ട് തീർന്നു. നിങ്ങളും വായിച്ചിട്ടുള്ളവരായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഈ ലേഖനം വായിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഞാൻ പറയാൻ പോകുന്ന അത്ര കണ്ടുകിട്ടിയില്ലെങ്കിൽ തന്നെയും ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 22 പഴയ നിയമ പ്രയോഗങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനമെന്നാണ്. എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നു, പക്ഷെ ഇത്ര അധികം എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഓരോ അധ്യായങ്ങൾ പരിശോധിക്കുമ്പോഴും എഴുതിയിരിക്കുന്നുവല്ലോ, തിരുവെഴുത്തുകൾ ഇങ്ങനെ പറയുന്നു എന്നുള്ള രീതിയിൽ പഴയ നിയമത്തിലെ അതായത് അന്ന് പത്രോസിൻ്റെ കാലത്ത് ലഭ്യമായ തിരുവെഴുത്തുകൾ, ആ തിരുവെഴുത്തുകളിൽ ഏറെ നിശ്ചയമുള്ളവനായിരുന്നു. ആ തിരുവെഴുത്തുകളാൽ സ്വാധീനിക്കപ്പെട്ട ജീവിതം നയിച്ചവനായിരുന്നു പത്രോസ് എന്നുള്ളത് ഈ എഴുത്തുകാരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സത്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും തിരുവെഴുത്തുകളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ചില വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 22 പ്രയോഗങ്ങളും ശൈലികളും നമുക്ക് ഇപ്പോൾ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ചില കാര്യങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം ഒന്ന് വായിക്കാം. 1 പത്രോസ് 1:16 നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 1:16. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ വിശുദ്ധൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ അതുവരെ തനിക്ക് ലഭ്യമായ തിരുവെഴുത്തുകളോടുമായിട്ടുള്ള തൻ്റെ പഴക്കം ഒരു പ്രത്യേക വിഷയം പറയുമ്പോൾ തൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അത് താൻ അനുവാചകരെ അറിയിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെട്ട ജീവിതം നയിച്ച പത്രോസിനെ കുറിച്ച് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 2:4 നമുക്കൊന്ന് വായിക്കാം. മനുഷ്യർ തള്ളിയതെങ്കിൽ ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് 6ാമത്തെ വാക്യവും ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. ആ നിലയിൽ നമുക്ക് ഇത് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പത്രോസ് കർത്താവിൻ്റെ ശിഷ്യനാണ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം പേര് പരാമർശിച്ചിരിക്കുന്ന ഒരു ശിഷ്യനാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഒരു പക്ഷേ കർത്താവിന് വേണ്ടി വളരെയധികം തീഷ്ണതയോടുകൂടെ പ്രവർത്തിച്ചിട്ടുള്ളവനാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായി എന്നെ സ്വാധീനിച്ചത് അന്ന് വരെ ലഭ്യമായ തിരുവെഴുത്തുകളുമായിട്ടുള്ള പത്രോസിൻ്റെ പ്രിയമാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്കും 66 പുസ്തകങ്ങളുള്ള ഈ ഗ്രന്ഥം, ഈ മനോഹര ഗ്രന്ഥം നമുക്ക് തന്നിരിക്കുകയാണ്. ഇതുമായിട്ടുള്ള നമ്മുടെ തഴക്കവും പഴക്കവും എങ്ങനെയാണ് എന്നുള്ളത് നാം വിചിന്തനം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച് അടുത്ത പ്രത്യേകതയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം നടത്തിയ വഴികളെ ഓർക്കുന്ന പത്രോസ്. ഇതിനെക്കുറിച്ച് ഞാനിവിടെ മുൻപ് ഈ ലേഖനത്തിൽ നിന്ന് ഒരു സന്ദേശം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും സന്ദർഭവശാൽ അതും കൂടെ ഒന്ന് വേഗത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. ദൈവം നടത്തിയ വഴികളെ ഓർക്കുന്ന പത്രോസ്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ നടത്തുന്ന വഴികൾ ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഞാനും ഇതിനോടുള്ള ബന്ധത്തിലും ഞാനും അത് ഓർക്കാനായിട്ട് ഇടയായി. സഭാജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർക്കുന്നു, നമ്മുടെ
ജോണി ചേട്ടൻ ഞാൻ 10ാം ക്ലാസ് എഴുതിയിരിക്കുന്ന സമയത്ത് അമ്മയോട് നമ്മൾ അന്ന് ജോമോളജിയുടെ മെഡിക്കൽ ഷോപ്പാണ്, അവിടെ വെച്ച് അമ്മാമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ അമ്മ പോയി വരുന്ന സമയത്താണ് എല്ലാ മീറ്റിങ്ങുകളിലേക്കും വരാനായിട്ട് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹമാണ് തൻ്റെ ഓട്ടോറിക്ഷയിൽ വർഷങ്ങളോളം എന്നെ കൊണ്ടുപോകാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് നമ്മുടെ KPS അപ്പച്ചനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ വ്യാഴാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലൊക്കെ പോകുവാൻ, ഞായറാഴ്ചകളിലൊക്കെ മഴയായാലും താൻ ഒന്നും മുടങ്ങാതെ വരുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നത് അതൊരു ശീലമായി മാറാനും ആദ്യകാലത്തിൽ അതിൻ്റെ പ്രാധാന്യമൊന്നും വേണ്ടത്ര രീതിയിൽ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ തന്നെയും പിന്നീട് അതെത്ര നന്നായി എന്ന് ഓർക്കാനായിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ വരുമ്പോൾ അത് എന്നെ ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. ദൈവം നടത്തിയ വഴികളെ നാം ഓർക്കണം. തിമോഥെയോസിന് എഴുതിയ 2ാം ലേഖനം പഠിപ്പിച്ചപ്പോൾ തുടർന്നുള്ള അതിൻ്റെ ആരംഭ ക്ലാസ്സിൽ തുടർന്ന് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ സ്വാധീനിച്ച കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓരോരോ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവം നടത്തിയ വഴികളെ ഓർക്കുക, അത് വളരെ അനുപേക്ഷണീയമായ കാര്യമാണ്. ഇപ്പോൾ മോശ ആവർത്തിച്ച് ഇസ്രായേൽ മക്കളോട് ഒരു തലമുറ മരുഭൂമിയിൽ പട്ടുപോയി, എന്നാൽ പുതിയ തലമുറ വന്ന് അവർ കനാൻ ദേശത്തേക്ക് കടക്കുന്നതിന് മുൻപ് അവരെയും ആവർത്തിച്ച് ഓർപ്പിക്കുന്നത് നിങ്ങളെ മിസ്രയീമിൻ്റെ അടിമദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അതേ പ്രമാണം തന്നെ ഈ പുതിയ നിയമ ഇസ്രായേലായ അല്ലെങ്കിൽ നമ്മോടുള്ള ബന്ധത്തിലും അത് വാസ്തവമാണ്. ദൈവം നടത്തിയ വഴികളെ നാം ഓർക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നുള്ളതാണ്. 1 പത്രോസ് 5:7 പത്രോസിൻ്റെ ആ ശീലം തൻ്റെ എഴുത്തിൽ പ്രതിഫലിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്യമാണ് അത്. പത്രോസ് എഴുതിയ 1ാം ലേഖനം 5ാം അധ്യായത്തിൻ്റെ 7ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താബലവും അവൻ്റെ മേലിട്ടുകൊള്ളും. ഓക്കെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, ആ കരുതുന്നു എന്ന് പറയുന്ന ക്രിയാപദമാണ് ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നു എന്ന് തൻ്റെ അനുവാചകരോട് പറയുമ്പോൾ എഴുത്തുകാരനായ പത്രോസ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് അത് പറയാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. കരുതുന്ന ഒരു കർത്താവ് തൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വേഗത്തിൽ നാം ഒന്ന് പോകാനായി ശ്രമിച്ചാൽ ഈ കർത്താവിൻ്റെ കരുതൽ ഏതൊക്കെ മേഖലകളിൽ താൻ അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഞാൻ വേഗത്തിൽ നാം എടുത്തു വായിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അറിവുള്ളതാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണത്. വ്യക്തി ജീവിതത്തിൽ കർത്താവിൻ്റെ കരുതൽ താൻ അനുഭവിച്ചിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയാമോ? എടുത്തു വായിക്കേണ്ട മത്തായി സുവിശേഷം 14ാം അധ്യായം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ കടലിന്മീതെ നടക്കുന്ന ആ സമയത്ത് മുങ്ങിത്താഴാനായിട്ട്, ആ കടലിൽ താഴാനായിട്ട് പോകുമ്പോൾ യേശുവിനെ നോക്കുന്നതും അവൻ്റെ ആ കരുതൽ അനുഭവിച്ചതും തൻ്റെ വ്യക്തി ജീവിതത്തിൽ തനിക്ക് മറക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം നടത്തിയ വഴികളെ വ്യക്തി ജീവിതത്തിൽ മറക്കാതെ ഓർക്കുന്ന പത്രോസിൻ്റെ ഒരു ഉദാഹരണം, അനുഭവം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കുടുംബജീവിതത്തിൽ നമുക്കറിയാം, അമ്മ പനി പിടിച്ച് കിടക്കുന്നു, കർത്താവ് അവിടെ വന്നു അവളെ തൊട്ട് സൗഖ്യമാക്കുന്നതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല ദൈവം നടത്തിയത് ഓർക്കുന്നത്, കുടുംബജീവിതത്തിൽ മാത്രമല്ല. നാം ഗലാത്യ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, കൊരിന്ഥി ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഭാര്യയായ സ്ത്രീയോടുകൂടെ സഞ്ചരിക്കുന്ന പത്രോസ്. എന്ന് വെച്ചാൽ പത്രോസ് എന്തിനാണ് ഭാര്യയോടുകൂടെ സഞ്ചരിക്കുക? അന്ന് കാലത്ത് കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ വ്യാപൃതനായിട്ടാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ ശുശ്രൂഷയിലൊക്കെ, കുടുംബമായുള്ള ശുശ്രൂഷകളിലൊക്കെ ദൈവം നടത്തിയ വഴികൾ ഓർക്കുന്ന പത്രോസിൻ്റെ ചിത്രം നമുക്ക് അവിടെ എടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. മൽക്കോസിൻ്റെ കാതറുത്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ സൊസൈറ്റിയിലുള്ളവരുടെ വളരെയധികം പ്രയാസങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നേനെ. പക്ഷേ അതിൻ്റെ മധ്യത്തിലും അരുമനാഥൻ്റെ കരുതൽ അവൻ അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നു എന്നുള്ളതാണ്. ദൈവാലയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കരം കൊടുക്കാനായിട്ട് പൈസ ഇല്ലാതിരിക്കുന്ന പത്രോസ്, കാരണം സകലവും വിട്ടാണ് അവൻ കർത്താവിനെ അനുഭവിച്ചത്.
അനുഗമിച്ചത്. പിന്നെ എങ്ങനെ നല്ലൊരു തൊഴിലുണ്ടായിരുന്നു, ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള വരുമാന മാർഗമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ നസ്രായൻ്റെ വിളി കേട്ട് അവൻ്റെ പിന്നാലെ അനുഗമിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ തനിക്ക് കരം കൊടുക്കാൻ, എന്നാൽ അതിലും ദൈവം കർത്താവിൻ്റെ ആ കരം അവിടെ പ്രവർത്തിച്ച കരുതൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശുശ്രൂഷ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളിൽ കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന പത്രോസ് തുടർന്ന് ദൈവജനം ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം വലിയ വിടുതൽ കൊടുത്ത് മുന്നോട്ട് അവിടെയും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ തൊഴിൽ ജീവിതത്തിലും കർത്താവിൻ്റെ ആ കരുതൽ, ആ പെരുത്ത മീൻകൂട്ടം കിട്ടിയത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം നടത്തിയ വഴികൾ സമഗ്രമായി ഓർത്തുകൊണ്ടായിരിക്കാം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ എന്ന് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ എഴുത്തുകാരൻ്റെ ഒരു പ്രത്യേകത ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേക ക്രിയാപദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം നടത്തിയ വഴികളെ ഓർക്കുന്ന പത്രോസ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ച പത്രോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ച പത്രോസ്, അതെങ്ങനെ മനസ്സിലാക്കാം? കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രിയ ഡോക്ടർ റോളൻഡേൻ അത് വായിക്കാനിടയായിട്ട് തീർന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാനത് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ടല്ലോ. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ അന്ന് കർത്തദാസനോ പരാമർശിച്ചതാണ്. കർത്താവ് പറയുകയാണ്, സാത്താൻ ഗോതമ്പ് പാറ്റേണ്ടതിന് നിങ്ങളെ പാറ്റാൻ കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ എന്നെ തള്ളിപ്പറയും. ആ കാര്യങ്ങളൊക്കെ കർത്താവിനറിയാം. പക്ഷെ അപ്പം കർത്താവ് അവനോട് പറയാണ്, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വരും. നീ എന്നെ തള്ളിപ്പറഞ്ഞാലും നീ തിരിഞ്ഞു വരും. നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. നീ വീണാലും നീ എന്നെ തള്ളിപ്പറഞ്ഞാലും നീ തിരിഞ്ഞു വരും. തിരിഞ്ഞു വന്ന ശേഷം നിനക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. എന്താണ് ഡ്യൂട്ടി? നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ആ ഉറപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അതെന്താണോ, ഒരു പക്ഷേ പത്രോസിനേക്കാൾ കൂടുതലായി പൗലോസ് ചെയ്തതായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു കമ്പാരിസൺ ആവശ്യമില്ല. കാരണം തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുക, ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങും ഇങ്ങും നോക്കി മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ നോക്കി താരതമ്യം ചെയ്ത് നാം നിരാശപ്പെട്ട് മത്സരബുദ്ധിയുള്ളവരായി കയ്പുള്ളവരായിട്ട് തീരേണ്ട ആവശ്യമില്ല. ദൈവം ഏൽപ്പിക്കുന്നത് എന്താണോ അത് ശരിക്കും തിരിച്ചറിഞ്ഞ് ആ ശുശ്രൂഷ നിറപടിയായിട്ട് നിവർത്തിക്കുക. അതിന് ഉദാത്തമായ ഒരു ഉദാഹരണമാണ് പത്രോസ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. മറ്റൊരു ശുശ്രൂഷയും കർത്താവ് കൊടുത്തതായിട്ട് നാം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. നമുക്കറിവുള്ള കാര്യം തന്നെയാണത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. ഓക്കെ, 15-ാം വാക്യത്തിലും കർത്താവ് അവന് കൊടുക്കുന്ന ശുശ്രൂഷ നാം കാണുന്നുണ്ട്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 16-ാം വാക്യത്തിലും നാം അത് കാണുന്നുണ്ട്, എൻ്റെ ആടുകളെ പാലിക്കുക. 17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, എൻ്റെ ആടുകളെ മേയ്ക്കുക. അപ്പോൾ കർത്താവ് ഏൽപ്പിച്ച ആ ശുശ്രൂഷ ഈ ലേഖനത്തിൻ്റെ 2 ലേഖനങ്ങൾ താൻ എഴുതി, ഈ ലേഖനത്തിൻ്റെ എഴുത്തിലൂടെ താൻ നിവർത്തിക്കുന്നതായിട്ട് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇത് പ്രകാരം ദൈവം ഏൽപ്പിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാൻ. കാരണം സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ശരീരത്തിന് വ്യത്യസ്തങ്ങളായ അവയവങ്ങളാണ് ഉള്ളത്. ആ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ധർമ്മ
ധർമ്മങ്ങളാണ് ഉള്ളത്. ആ വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങൾ അത് തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോഴാണ് ശരീരം ശരിയായി ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് പത്രോസിന് ശരിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് പത്രോസിനെ ഏൽപ്പിച്ച ആ ശുശ്രൂഷ പത്രോസ് തിരിച്ചറിഞ്ഞ് നിറപടിയായിട്ട് നിവർത്തിച്ചു. പൗലോസിനും ഇത് അറിയായിരുന്നു. അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് താൻ ഒടുവിലായിട്ട് എഴുതിയ വാക്കുകളിൽ തിമത്യോസിനെ എഴുതുമ്പോൾ താൻ ഇത് പറയുന്നത്, നിന്റെ ശുശ്രൂഷ അല്ലയോ തിമത്യോസെ നിറപടിയായി നിവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നമ്മുടെ ഈ ആയുസ്സിൽ തന്നെ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് അത് നിവർത്തിക്കാനായിട്ട് നാം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നാലാമത്തെ ആശയത്തിലേക്ക് എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് വേഗത്തിൽ പോകാം. ദൈവിക പ്രമാണങ്ങളാൽ ശക്തിപ്പെടുത്തുന്ന പത്രോസിനെ ഈ ലേഖനങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പ്രബോധനങ്ങൾ നമുക്ക് ഈ ലേഖനത്തിലുണ്ടെങ്കിൽ തന്നെയും സന്ദർഭോചിതമായിട്ട് ഒരു 10 വേഗത്തിൽ ഞാനൊന്ന് പറയാൻ എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, പത്രോസ് ഈ അനുവാചകരുടെ അവസ്ഥ ശരിക്കും തിരിച്ചറിഞ്ഞ് ദൈവാത്മാവിനാൽ പ്രേരിതനായിട്ട്, ദൈവാത്മ നിശ്വസ്തതയിലാണല്ലോ ഇത് എഴുതിയിരിക്കുന്നത്, അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ പ്രത്യാശയുള്ളവരാകണം. മാത്രമല്ല രണ്ടാമതായിട്ട് അവരോട് പറയുകയാണ്, വിശുദ്ധരാകണം. ഇതൊക്കെ ദൈവിക പ്രമാണങ്ങളാണ്. ഈ ദൈവിക പ്രമാണങ്ങളെ തനിക്ക് അവരോട് പറയാനായിട്ടുള്ളൂ, മറ്റൊന്നും പറയാനായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല ദൈവഭയമുള്ളവരാകണം. മാത്രമല്ല അന്യോന്യം ഉറ്റു സ്നേഹിക്കണം, സ്നേഹമുള്ളവരാകണം. മാത്രമല്ല നിങ്ങൾ ചിലതൊക്കെ വിട്ടുകളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുന്നവരാകണം. വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുന്നവരാകണം. നല്ല നടപ്പുള്ളവരാകണം. കീഴടങ്ങുവാൻ സബ്മിസീവ് മൈൻഡുള്ളവരായിട്ട് തീരണം. ഒരു മനസ്സുള്ളവരായിട്ട് തീരണം. താഴ്മയുള്ളവരായിട്ട് തീരണം. ഇത് കൂടാതെ ഒരുപാട് പ്രബോധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വേഗത്തിൽ ചില കാര്യങ്ങൾ ഉദാഹരണങ്ങളായി എന്തായി ദൈവിക പ്രമാണങ്ങളാൽ ശക്തിപ്പെടുത്തുന്ന പത്രോസ് എന്നുള്ള തലക്കെട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പത്രോസ് ഇതിൻ്റെ എഴുതിയത് ആർക്ക് എന്നുള്ളത് പറയുമ്പോൾ അവരുടെ അവസ്ഥ ചെറുതായിട്ട് ഞാൻ പറയും. എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിലൊന്ന് പറഞ്ഞു പോകാം. വളരെ പ്രയാസവും പ്രശ്നങ്ങളിലൂടെയും പീഡകളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ജനത. വേണമെങ്കിൽ നമുക്ക് മണിപ്പൂരിലുള്ള ജനതയുമായിട്ട് വേണമെങ്കിൽ തട്ടിച്ചു പറയാം. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ശക്തിപ്പെടുത്താനും അവരെ ഉറപ്പിക്കാനും തനിക്ക് വേറൊന്നും പറയാനായിട്ടില്ല. പിന്നെ പറയാനായിട്ടുള്ളത് അതാണ് പറയേണ്ടത്, അതാണ് ദൈവിക പ്രമാണങ്ങൾ. ആ ദൈവിക ആലോചനകൾ നൽകി അവരെ ശക്തിപ്പെടുത്തുന്നു. അപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും വളരെയധികം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൈവിക ആലോചനകൾ പ്രാപിച്ചുകൊണ്ട് ശക്തിപ്പെടാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും ധൈര്യപ്പെടുവാനുള്ള വക നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിലുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവിക പ്രമാണങ്ങളാൽ ശക്തിപ്പെടുത്തുന്ന പത്രോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എഴുത്തുകാരനെ കുറിച്ച് അത്രയും പറഞ്ഞ് ഞാനത് നിർത്തുകയാണ്. 4 കുറിപ്പുകളാണ് എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞത്. ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തി. നമ്മുടെ ജീവിതത്തിൽ ഈ തിരുവെഴുത്തുകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊന്ന് വിലയിരുത്തുന്നത് ഉചിതമായിരിക്കും. ദൈവം നടത്തിയ വഴികളെ ഓർക്കുന്ന വ്യക്തി, ദൈവം നടത്തുന്ന വഴികളെ നാം ഓർക്കുന്നവരാണോ അതോ നാം നന്ദിയില്ലാത്തവരാണോ? അത് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ച പത്രോസ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് നിറപടിയായി നിവർത്തിക്കാനുള്ള മനസ്സ് വയ്ക്കുന്നുണ്ടോ? നമ്മെ തന്നെ വിലയിരുത്തുന്നത് ഇത്തരണത്തിൽ ഉചിതമായിരിക്കും. ദൈവിക ആലോചനകളാൽ, ദൈവിക പ്രമാണങ്ങളാൽ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന പത്രോസ്. ദൈവിക ആലോചനകൾ നാം പ്രാപിക്കാറുണ്ടോ അനുദിനവും? അങ്ങനെ പ്രാപിക്കുന്ന ആലോചനകളാൽ മറ്റുള്ളവരെ ശക്തിപ്പെടുത്താറുണ്ടോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കുന്നത് ഇത്തരണത്തിൽ ഉചിതമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്.
എഴുതിയത് ആർക്ക് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇത് വായിച്ചു. പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥിന്യയിലും ചിതറിപ്പാർക്കുന്നവരാണ്. ഇന്നത്തെ തുർക്കിയിലെ മോഡേൺ തുർക്കിയിലുള്ള സ്ഥലങ്ങളാണ് അത്. ഏഷ്യ മൈനറിലുള്ള ചില പ്രവിശ്യകളാണ്. ഒരു സർക്കിൾ പോലെയാണ് അത് എന്നുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. ആത്മീക വർധനയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. എഴുതിയ കാലവും സന്ദർഭവും AD 64 എഴുതിയത് എന്നുള്ളതാണ് പല ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ചില എഴുത്തുകാർ വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടെങ്കിലും ഒരു ഏകദേശം ഇന്നേക്ക് ഏകദേശം 1900 ചില വർഷങ്ങൾക്ക് മുൻപാണ് എഴുതിയത്. സന്ദർഭം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ഇന്നത്തെ മണിപ്പൂരിനോട് വേണമെങ്കിൽ നമുക്ക് ഉപമിക്കാം. പക്ഷേ മണിപ്പൂരിനേക്കാൾ ഭയാനകമായ ഒരു സാഹചര്യമാണ്. ദൈവജനം പൊതുവെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നീറോ ചക്രവർത്തിയാൽ അതിക്രൂര കൃത്യങ്ങൾ അരങ്ങേറിയ കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതാൻ. അപ്പോൾ ദൈവജനം വളരെ പീഡനത്തിലൂടെ കടന്നുപോയ ഒരു സാഹചര്യം. ഇതിനെക്കുറിച്ചൊരു എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇതിനെ ഉപമിച്ചിരിക്കുന്നത് യോസേഫിൻ്റെ അനുഭവത്തിലാണ്. യോസേഫിൻ്റെ അനുഭവം, യോസേഫ് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസേഫ് സ്വപ്നങ്ങൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് കമ്പയർ ചെയ്തിരിക്കുന്നത്, അതായത് ഇവിടുത്തെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, നമ്മളോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, ദൈവിക വാഗ്ദത്തങ്ങൾ, അന്ന് സ്വപ്നത്തിലൂടെയൊക്കെ ദൈവം സംസാരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ യോസേഫിന് ലഭിച്ചു. 37-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. എന്നാൽ 2 അധ്യായം കഴിഞ്ഞപ്പോൾ പിന്നെ നാം യോസേഫിനെ കാണുന്നു. ഈ ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ ലഭിച്ച, നമ്മൾ ഈ ലേഖന ഭാഷയിൽ പറഞ്ഞാൽ ജീവനുള്ള പ്രത്യാശ, വിലയേറിയ വാഗ്ദത്തങ്ങളൊക്കെ ലഭിച്ച ഈ യോസേഫ് 2 അധ്യായം കഴിഞ്ഞ പിന്നെ നമ്മൾ കാണുന്നത് കാരാഗ്രഹത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിലയേറിയ വാഗ്ദത്തങ്ങൾ വിലയേറിയ വാഗ്ദത്തങ്ങളൊക്കെ ലഭിച്ചു. അത് ഭാവി കാലത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഈ വർത്തമാനകാലത്തിലെ കാര്യങ്ങൾ ഭാവി കാലത്തിലെ വാഗ്ദത്തങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. കാരണം ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്. ഇതേ അവസ്ഥയാണ് ഇവിടുത്തെ ദൈവജനം എന്നാ പറയുന്നത്. അവർക്ക് വലിയ വാഗ്ദത്തങ്ങളും കാര്യങ്ങളൊക്കെ ലഭിച്ചു. പക്ഷേ ഇപ്പോഴിതാ നീറോ ചക്രവർത്തിയാൽ സ്വന്തം ദേശത്ത് നിന്ന്, നാം അതിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവർ ചിതറിപ്പാർക്കുകയാണ്. ചിതറിപ്പോയി. സ്വന്തം പ്രദേശത്ത് താമസിക്കാൻ സാധിക്കാതെ അവർ വടക്ക് ഭാഗത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഇന്ന് നാം വർത്തമാന പത്രത്തിൽ വായിച്ചു, മണിപ്പൂരിലുള്ള കുറേ കുട്ടികളെ തിരുവല്ലയിലെ സെൻറ്റ് തോമസ് സ്കൂളിൽ അവർക്ക് അഡ്മിഷൻ കൊടുത്തതായിട്ട് കാണാനായിട്ട്, അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നതാണ് എന്ന് നമ്മൾ വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ അതുപോലെ സ്വന്തം നാട്ടിൽ കർത്താവിൻ്റെ നാമനിമിത്തം താമസിക്കാൻ സാധിക്കാതെ ചിതറിക്കപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെ ചിതറിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ അദ്ദേഹം താരതമ്യം ചെയ്തത് യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുന്നതിനോടാണ്. അപ്പോൾ ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ യോസേഫിനെ സംബന്ധിച്ച് നമുക്കറിയാം, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ അന്ന് ലഭിച്ച ദൈവിക വെളിപ്പാടുകൾക്കനുസരിച്ച് അവൻ വിശ്വസ്തയോടെ പിറുപിറുപ്പില്ലാതെ ഈ ദൈവിക വാഗ്ദത്തങ്ങൾ തന്നവൻ അത് നിവർത്തിക്കാൻ ശക്തനെന്ന് അബ്രഹാമിനെ പോലെ ഉറച്ച് ജീവിച്ചതായിട്ട് പിൽക്കാല അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ആയിരിക്കണം തൻ്റെ അനുവാചകരും എന്നാണ് പത്രോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ സന്ദർഭം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉദ്ദേശ്യം എന്ന് പറയുന്നത് 5:12 നമുക്കൊന്ന് വായിക്കാം. 5:12 പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. നിങ്ങളെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിൽ ആകുന്നുവെന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരനെന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എഴുതിയതിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്, കഷ്ടതയുടെ മധ്യത്തിൽ കർത്താവ് തരുന്ന ആ ശക്തി, ആ സത്യകൃപ, അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് ദൈവജനത്തെ പ്രബോധിപ്പിക്കും. ദൈവം നൽകിയിരിക്കുന്ന ആ വിലയേറിയതും ആ മഹത്വപരമായ ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ കുലുക്കമുള്ള ഈ ലോകത്തിൽ കുലുങ്ങാതെ നിൽക്കണം എന്നുള്ളതാണ് ഈ എഴുതിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്.
ഇതിലെ വിഭജനം പല കർത്തൃദാസന്മാരെ പഠിച്ചിട്ടുള്ളത് ഞാൻ വായിച്ച് പരിശോധിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിൽ ചില കാര്യങ്ങളൊന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്രകാരമല്ല നമ്മളത് പഠിക്കുക. വാറൻ ഡബ്ല്യു വിൽസ്ബി എന്ന് പറയുന്ന കർത്തൃദാസൻ താനിങ്ങനെ ഇപ്രകാരമുള്ള ഒരു ഔട്ട്ലൈനിലൂടെയാണ് ഈ ലേഖനത്തിലൂടെ പഠിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നമുക്കെല്ലാം പ്രസിദ്ധനായ വില്യം മക്ഡൊണാൾഡ് എന്ന് പറയുന്ന കർത്തൃദാസൻ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെയുള്ള ആ ഒരു ഔട്ട്ലൈനിൽ രൂപരേഖയിൽ വിഷയങ്ങളെ വിഭജിച്ചുകൊണ്ടാണ് പഠിക്കാനിടയായിട്ട് തീരുന്നത്. റോജർ എം റെയ്മർ ബൈബിൾ നോളജ് കമൻട്രി ഒക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹം പുതിയ ജനനം, പുതിയ പെരുമാറ്റം ഈ രീതിയിലാണ് പഠിക്കാനായിട്ട് ഇടയായിട്ട്. ഞാനിത് വായിച്ചപ്പോൾ കർത്താവ് എനിക്ക് എൻ്റേതായ രീതിയിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. ഇപ്രകാരമാണ് നമ്മളിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. 1-ാം അധ്യായത്തിലെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു തലക്കെട്ട് എനിക്ക് മനസ്സിലായത്. 2-ാമത്തെ അധ്യായത്തിൽ വളരുന്ന ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ, അതിന് ആ അധ്യായം തുറക്കുന്ന താക്കോൽ തന്നെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെ വായിക്കുമ്പോൾ വളരുന്ന ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിനയമുള്ള ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, 4-ാം അധ്യായത്തിൽ വരുമ്പോൾ വിനകളുള്ള കഷ്ടം അനുഭവിപ്പാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വിനകളുള്ള ജീവിതത്തെക്കുറിച്ച് എന്നുള്ള ആ വാക്ക് അവിടെ കൊടുക്കാനിടയായിട്ട് അതുകൊണ്ടാണ്. മാത്രമല്ല അലറുന്ന സിംഹം പോലെ പിശാച് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ അലേർട്ടായിട്ടിരിക്കണം, വീര്യമുള്ള ഒരു ജീവിതം നയിക്കണം എന്നുള്ളതാണ്. ഈ രീതിയിലാണ് നമ്മളിത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഒടുവിലായിട്ട് എഴുത്തിലെ സന്ദേശം അത് പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇതിലെ സന്ദേശം? സന്ദേശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വായിച്ചതുപോലെ വായിച്ച വാക്യങ്ങളിൽ തന്നെ അതുണ്ട്. അതുപോലെ തന്നെ ഈ ലേഖനം നാം വായിക്കുമ്പോൾ 5 അധ്യായങ്ങളുള്ള ഈ ലേഖനം നാം വായിക്കുമ്പോൾ ഒരുപാട് പദങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നത് കഷ്ടത എന്നുള്ളതാണ്. കഷ്ടത. അപ്പോൾ ആ രീതിയിലാണ് കുറേ ദേവദാസന്മാർ ഇതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് എഴുതാനൊക്കെ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. പക്ഷെ ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതിൽ എല്ലാ അധ്യായത്തിൽ ആവർത്തിച്ച ഒരു പദമാണ്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള പദമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പദമാണ്. നമുക്ക് വളരെ എല്ലാ ദിവസവും ആവശ്യമായിട്ടുള്ള സംഭവമാണ്. അത് മറ്റൊന്നുമല്ല, കൃപ എന്നുള്ളതാണ്. കൃപ. അപ്പോൾ എല്ലാ അധ്യായത്തിലും ഈ കൃപ എന്നുള്ള വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ധ്വനി മാത്രമേ ഉള്ളൂ, എങ്കിലും അതുണ്ട്. അങ്ങനെ 5 അധ്യായത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല 2-ാം അധ്യായത്തിൽ തന്നെ പിന്നെ എല്ലാ അധ്യായത്തിലും കർത്താവിൻ്റെ കഷ്ടത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ തീമിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ലേഖനം പിന്നീട് തുടർന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, 2 വാക്യങ്ങളാണ് അതിന് ആധാരം. നമ്മൾ ഓൾറെഡി 5:12 വായിച്ചു, 2:21 നമ്മൾ വായിച്ചു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗത്തിൽ അത് പറയാം, അല്ലെങ്കിൽ ഒന്നുകൂടെ അത് വായിക്കാം. 5:12ഉം 2:21. നിങ്ങളെ പ്രബോധിപ്പിച്ചു നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിൽ ആകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരനെന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. 2:21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാഴ്ചയോടെ പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ കാഴ്ചയോട് പിന്തുടരുക, സത്യകൃപയിൽ നിലനിൽക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുന്ന വ്യക്തി അവൻ സത്യകൃപയിൽ നിലനിൽക്കുന്നവനായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ ചില പ്രത്യേകതകളാണ് നമ്മൾ ഈ 5 അധ്യായങ്ങളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ലേ വേറെ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ സത്യകൃപയിൽ നിലനിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും? ഈ 5 അധ്യായങ്ങളിലൂടെ ഈ വളരെയധികം കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വളരെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് ശക്തീകരിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്താൻ, അവരെ ഉറപ്പിക്കാനായിട്ട് പത്രോസ് ഈ ലേഖനം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതേ ഡിഗ്രിയിലുള്ള കഷ്ടതയായിരിക്കില്ല, ഇതിൻ്റെ അത്ര വലിയ തീഷ്ണത ഉണ്ടായിരിക്കില്ല. ഇവരായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളൊന്നുമില്ല. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ഇരുൾ തിങ്ങുന്ന, കരൽ വിങ്ങുന്ന വേളകളൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ കാൽച്ചുവട് പിന്തുടർന്ന് സത്യകൃപയിൽ നിലനിൽക്കണം. അതെങ്ങനെ സാധിക്കും?
അങ്ങനെ സാധിക്കുന്നവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് നാം ഈ വേദഭാഗങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ചിന്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ പ്രാരംഭ ഇതിൽ പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാം ഇങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഇങ്ങനെ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, അത് നമ്മൾ കുറിച്ചെടുക്കുന്നു. പക്ഷേ ഇങ്ങനെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതെന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു ചിന്തയാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ദൈവം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിനായിരിക്കണം. പിന്നീട് നാം കാണുന്നത് 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 3-ാമത്തെ വാക്യം, വെളിച്ചമുണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. ദൈവം, അപ്പോൾ 1-ാം സ്ഥാനം ദൈവത്തിനാണ്. തുടർന്ന് നാം കാണുന്നത് ആ ദൈവത്തിൻ്റെ വചനമാണ്. എന്താ വചനം? എന്താ വാക്ക്? വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകം അത് സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വെളിച്ചം ഉണ്ടായി. ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അതിപ്രധാനമായൊരു സത്യം തിരുവെഴുത്തിൻ്റെ പ്രാരംഭ പേജ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ദൈവവചനം കേൾക്കുമ്പോൾ ഈ ജീവനില്ലാത്ത ഈ ലോകം, ഈ അണ്ടകടാഹം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എത്ര കൃത്യമായിട്ടാണ് അനുസരിക്കുന്നത്. എത്രയോ വർഷങ്ങളായി സൂര്യനും ചന്ദ്രനും ഒക്കെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഒരു തെറ്റും കൂടാതെ അത് പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ ഈ പ്രമാണങ്ങളോട് എന്തുമാത്രം അനുസരണം മറുത്തു നിൽക്കുന്ന ഒരു ഇതാണ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്ന് പറയുന്നത്, ഈ ലോകത്തെ പോലെ തന്നെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതവർ സ്വീകരിച്ചു, വെളിച്ചമുണ്ടായി. ആ തത്വം നാം എടുത്താൽ, ദൈവവചനം നാം കേൾക്കുമ്പോൾ, ഇന്ന് ഒരുപാട് പ്രബോധനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. ആ പ്രബോധനങ്ങൾ ഒരു ശിശുവിനുള്ള പരമാർത്ഥത എനിക്ക് നൽകണേ എന്ന് നമ്മൾ പാടാറുണ്ട്. അതേ പരമാർത്ഥതയോടുകൂടെ യുക്തിക്കതീതമായി നാം ഏറ്റെടുക്കുമെങ്കിൽ തീർച്ചയായും വെളിച്ചമുണ്ടായി. അത് പ്രകാരം നമ്മുടെ ജീവിതത്തിലും രൂപാന്തരം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, 10-ാം അധ്യായം 17-ാം വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഈ കേൾക്കുന്ന ഈ വചനം വിശ്വാസമായി പരിണമിക്കണമെന്നർത്ഥം. അങ്ങനെ വിശ്വാസമായി പരിണമിക്കണമെങ്കിൽ നാം അത് തുറന്ന ഹൃദയത്തോടെ, ശിശുവിനുള്ള പരമാർത്ഥതയോടെ ഏറ്റെടുക്കാൻ തയ്യാറാവണം. നാം ഏറ്റെടുക്കാനും ഏറ്റെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആരൊക്കെയാണോ അത് ഏറ്റെടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകും. ഈ അരുമനാഥനോടുള്ള സ്നേഹം അത് വർദ്ധിക്കാനായിട്ടിടയായിട്ട് തീരും. അവനോടുള്ള ഭക്തി നാൾക്ക് നാൾ വർദ്ധിക്കാനിടയായിട്ട് തീരും. ഏറ്റെടുക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം വളരെ അരിഷ്ടകരമായിട്ട് തീരും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് പോലെ പത്രോസിൻ്റെ ഒരു ലേഖനം, അതിൻ്റെ റൂട്ട് മീനിങ് ഒക്കെ പോയി വിശദമായിട്ട് ചികഞ്ഞ് പരിശോധിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏഴകൾക്കുമേകിടുന്നു ദിവ്യബോധമേ. നാം ഇതിൻ്റെ മുൻപിലിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഏത് വ്യക്തിക്കും ദൈവത്തിൻ്റെ ആത്മാവ് സത്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും. അത് നാം പങ്കിടുമ്പോൾ അത് മറ്റുള്ളവർക്കും നമുക്കൊക്കെ അത് പ്രയോജനമായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയം. ഇന്ന് ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്. എന്തുകൊണ്ട് ഈ പഠനം? 2 കാര്യങ്ങൾ പറഞ്ഞു. പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് കൃപ നമുക്ക് ആവശ്യമാണ്. കൃപ ലഭിക്കാത്തത് നിഗളമുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം കൃപയ്ക്ക് കീഴിലാണ്, അതുകൊണ്ട് പാപം നമ്മളിൽ ഭരണം നടത്തുകയില്ല. പക്ഷേ പാപം നമ്മളിൽ ഭരണം നടത്തുന്നുണ്ടെങ്കിൽ നാം കൃപയ്ക്ക് കീഴിലല്ല എന്നുള്ള സത്യം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മിലുള്ള നിഗളത്തെ മാറ്റി താഴ്മയുള്ളവരായി കൃപ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. മാത്രമല്ല, ഏറ്റവും നല്ലത് നമുക്ക് മുൻകരുതിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കാൽച്ചുവട്
പിന്തുടരുവാൻ നല്ലൊരു മാതൃകയാണ്. പഴയ നിയമ ഭക്തർക്ക് അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഇല്ലാതിരുന്നിട്ടും എത്രയോ മാതൃകയോടുകൂടിയാണ് അനേക ദൈവഭക്തർ നമ്മളെക്കാൾ ജീവിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ആ കാര്യങ്ങളാണ് ഈ ലേഖനത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നു. എഴുത്തുകാരനെ കുറിച്ച് ഞാൻ പറയാനിടയായിട്ട് തീർന്നു. 4 പാഠങ്ങളാണ് പറഞ്ഞത്. ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെട്ട എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ വിചാരിച്ചു. എഴുതിയത് ആർക്ക് എന്ന് പറഞ്ഞു? വളരെ കഷ്ടതയിലൂടെ കർത്താവിൻ്റെ നാമം നിമിത്തം പോകുന്ന, വളരെ ഞെരുക്കം അനുഭവിക്കുന്നവർക്കാണ് ഇത് എഴുതാനിടയായിട്ട്. എഴുതിയ കാലവും സന്ദർഭവും രാഷ്ട്രീയപരമായും മതപരമായും ഒക്കെ വളരെ പ്രയാസങ്ങൾ നേരിടുന്ന, ഇന്നേക്ക് വളരെ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപാണ് ഇത് എഴുതാനിടയായിട്ട്. എഴുതിയതിൻ്റെ ഉദ്ദേശം പറഞ്ഞു, അവർ ഉറച്ചു നിൽക്കാനായിട്ട്, സത്യകൃപയിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഇടയായിട്ട് തീരണം. വിഭജനവും ഞാൻ പറയാനിടയായിട്ട് തീർന്നു. എഴുത്തിലെ സന്ദേശമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഒന്നുകൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ആ നല്ല കാൽച്ചുവട് പിന്തുടരുക, സത്യകൃപയിൽ നിലനിൽക്കുക. അതിനായിട്ട് വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ.